നമസ്കാരം. കാക്ക പൊതുവെ ബലിയുമായി ബന്ധപ്പെട്ട് പരാമർശിക്കപ്പെടുന്ന ഒരു പക്ഷി തന്നെയാണ്. അതായത് നമ്മുടെ പിതൃക്കളുമായി ബന്ധപ്പെട്ട ഒന്ന്. മാത്രമല്ല, യമലോകത്തിന്റെ കവാടത്തിൽ കാക്ക ഇരിക്കുന്നു എന്നാണ് വിശ്വാസം. ഇതിനാൽ തന്നെ പൂർവികർ പറയാറുമുണ്ട്, കാക്കയെ ഒരിക്കലും ഉപദ്രവിക്കരുത് എന്ന്. കാക്കയ്ക്ക് ആഹാരം നൽകണം എന്നുള്ള കാര്യവും പരാമർശിക്കുന്നതാണ്. കാക്കയ്ക്ക് ആഹാരം നൽകുകയാണ് എങ്കിൽ പിതൃപ്രീതി ഉണ്ടാകും എന്നാണ് വിശ്വാസം. വിഷ്ണു പുരാണത്തിലും ഗരുഡ പുരാണത്തിലും എല്ലാം തന്നെ കാക്കയെ ചുറ്റിപ്പറ്റിയുള്ള വിശ്വാസങ്ങൾ പലതും പരാമർശിക്കുന്നുമുണ്ട്. കാക്കയെ നോക്കി ശകുനം പറയാറുമുണ്ട്. കാക്ക വിരുന്നിന് വിളിക്കുന്നത് പോലുള്ള കാര്യങ്ങൾ പണ്ട് നാം പറഞ്ഞ് കേൾക്കാറുമുണ്ട്. പിതൃപ്രീതി നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുകയാണ് എങ്കിൽ, പിതൃപ്രീതി ഉണ്ട് എങ്കിൽ സന്തതി പരമ്പരകൾ നന്നായി വരും. ഇപ്രകാരമാണ് പറയുക. ഇതേപോലെ ശനിദേവനെ പ്രീതിപ്പെടുത്തുവാൻ കാക്കയ്ക്ക് ആഹാരം നൽകുന്നതും ഏറ്റവും ഉത്തമമായി തന്നെ പരാമർശിക്കുന്നു. ശനിക്ക് നല്ല ഫലങ്ങൾ നൽകുവാൻ സാധിക്കും എങ്കിൽ പോലും പൊതുവെ ശനിദശ പലർക്കും മോശം കാലമാണ് എന്നാണ് പറയുക. രോഗ മരണ ദുരിതങ്ങൾ മാറി നിൽക്കും, അല്ലെങ്കിൽ അകാല മൃത്യു പോലും നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ കാക്കയ്ക്ക് ആഹാരം നിത്യവും നൽകുന്നതിലൂടെ സാധിക്കും എന്നാണ് വിഷ്ണു ഗരുഡ പുരാണങ്ങൾ പരാമർശിക്കുന്നത്. കാക്കയ്ക്ക് ആഹാരം നൽകുമ്പോൾ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. എച്ചിൽ നൽകുകയോ അല്ലെങ്കിൽ നാം വലിച്ചെറിയുന്ന ഭക്ഷണം അത് കഴിക്കുകയോ എന്നതല്ല. നാം കാക്കയ്ക്കായി പ്രത്യേകം ഭക്ഷണം നൽകുകയാണ് ചെയ്യേണ്ടത്. നൽകാൻ ചില ചിട്ടകളുമുണ്ട്. നമ്മുടെ വീട്ടിൽ ആഹാരം വെന്തിറങ്ങുന്നതായ സമയത്ത് മറ്റുള്ളവർ കഴിക്കുന്നതിന് മുൻപായി ഒരു പാത്രത്തിലോ ഇലയിലോ കാക്കയ്ക്ക് കഴിക്കാൻ അഥവാ കൊടുക്കാനുള്ള ഭക്ഷണം അല്ലെങ്കിൽ ചോറ് നിങ്ങൾ മാറ്റിവെക്കേണ്ടതായിട്ടുണ്ട്. വീടിന്റെ തെക്ക് കിഴക്ക് ഭാഗത്തോ അടുക്കളപ്പുറത്തോ വയ്ക്കാവുന്നതുമാണ്. അപ്രകാരം ചെയ്യുന്നതാണ് ഏറ്റവും ശുഭം. ആഹാരം ആറിയതിന് ശേഷമാണ് ഇപ്രകാരം കാക്കയ്ക്ക് നാം നൽകേണ്ടത്. ഒരു ചിരട്ടിയിലോ മറ്റോ അല്പം വെള്ളം വയ്ക്കുന്നതും ഏറ്റവും ശുഭകരമാണ്. ഇത് ഐശ്വര്യം നിങ്ങളുടെ വീടുകളിലേക്ക് ഭവനങ്ങളിലേക്ക് കൊണ്ടുവരും എന്ന് തന്നെ പരാമർശിക്കാം. നിത്യവും കാക്കയ്ക്ക് ആഹാരം നൽകുകയാണ് എങ്കിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ തന്നെ അവരുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. അതേക്കുറിച്ച് മനസ്സിലാക്കാം. എന്തെല്ലാം കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നുള്ള കാര്യമാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത്. ഏവരും ഒരു നിമിഷം സാക്ഷാൽ ശനിദേവനെ വന്ദിക്കുക. ഓം ശനീശ്വരായ നമ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. സർവ്വ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒഴിയണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ ഗുണമായി പരാമർശിക്കുന്നത്, നിങ്ങൾക്ക് വളരെയധികം ദേഷ്യമുള്ളവരാണ് എങ്കിൽ, പലപ്പോഴും പൊട്ടിത്തെറിക്കുന്നതായ സ്വഭാവം, അതുമൂലം പല പ്രശ്നങ്ങൾ ജീവിതത്തിൽ നേരിടുന്നവരാണ് എങ്കിൽ കാക്കയ്ക്ക് നിത്യവും ആഹാരം നൽകുന്നതിലൂടെ ആ ദേഷ്യം കുറയും എന്നാണ് പറയുക. ക്രമേണ ദേഷ്യം കുറച്ചു കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ അത്തരം പ്രശ്നങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ്. അമിതമായ സംസാരം, അത് കൃത്യമായ സംസാരമാകണം എന്നില്ല. ആവശ്യമില്ലാത്തതായ സമയത്ത് ചില കാര്യങ്ങൾ പറഞ്ഞു എന്ന് വരാം. അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നതായ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് അത് പിടിക്കണം എന്നില്ല. ഇത്തരത്തിൽ പല പ്രശ്നങ്ങളും സംസാരം മൂലം നിങ്ങൾക്കുണ്ടാകുന്നു എങ്കിൽ അത് ഒഴിവാക്കുവാൻ ഏറ്റവും ഉത്തമം തന്നെയാണ് ഇപ്രകാരം കാക്കയ്ക്ക് ആഹാരം നൽകുന്നത്. എടുത്തുചാട്ടം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവായി പോകുവാൻ സഹായകരമായി തീരും. എടുത്തുചാടി തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതായ സ്വഭാവം നിങ്ങളിൽ നിന്നും ഒഴിഞ്ഞു പോകും. പക്വമായ പെരുമാറ്റം നിങ്ങളിലേക്ക് വന്നു ചേരും. പക്വമായ പെരുമാറ്റം വന്നു ചേരുന്നതിനാൽ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ, ശരിയായ തീരുമാനങ്ങൾ, ശരിയായ രീതിയിലുള്ള ചിന്തകൾ നിങ്ങളിലേക്ക് കടന്നു വരും. അത് നിങ്ങൾക്ക് ഭാവിയിൽ വളരെ ഗുണകരമായി ഭവിക്കും. ചെയ്യുന്നതായ ഏതൊരു പ്രവൃത്തികളിലും വിജയങ്ങൾ വർദ്ധിപ്പിക്കുവാൻ സാധിക്കുന്നതുമാണ്.
മറ്റുള്ളവർ നിങ്ങളെ ബഹുമാനിക്കുന്നതായ സാഹചര്യം, മറ്റുള്ളവർക്കിടയിൽ നിങ്ങളുടെ സ്വീകാര്യത നിങ്ങൾക്ക് വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. നിങ്ങൾ പറയുന്നതായ കാര്യങ്ങൾക്ക് മറ്റുള്ളവർ വില നൽകുന്നതായ സാഹചര്യം, ഇത്തരത്തിൽ നിങ്ങളുടെ സ്വീകാര്യത വർദ്ധിപ്പിക്കുവാൻ, നിങ്ങളുടെ ബഹുമാനം വർദ്ധിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. സമൂഹത്തിൽ ഉയർച്ച നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും. സമൂഹത്തിൽ നേട്ടങ്ങൾ കൊയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. എവിടെയും വിജയങ്ങൾ നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ, സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റവും അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതാണ്. മനസമാധാനം ജീവിതത്തിൽ കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കും. പലപ്പോഴും ജീവിതത്തിൽ നഷ്ടമായി പോയ കാര്യങ്ങൾ തന്നെയാകാം മനസമാധാനം, ശാന്തി എന്നിവ. ഇതെല്ലാം ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഏതൊരു കാര്യത്തിലും അത് പ്രതിഫലിക്കുന്നതായ സാഹചര്യങ്ങളും കടന്ന് വരാവുന്നതാണ്. അതിനാൽ അത്തരം ശുഭകരമായ കാര്യങ്ങളും സംഭവിക്കും. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് അനാവശ്യമായ ചെലവുകൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ ഒരു പരിധി വരെ സാധിക്കും. അനാവശ്യമായ കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പണം ചെലവായി പോകുന്നതായ സാഹചര്യങ്ങൾ, അത് മനസ്സിലാക്കുവാൻ സാധിക്കുകയും അത്തരം കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. തന്മൂലം സാമ്പത്തികപരമായ നേട്ടങ്ങൾ, ധനം കൈകളിൽ നിൽക്കുന്നതായ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. ഏറ്റവും ശുഭകരമായ ഒരു ഫലമായി തന്നെ പരാമർശിക്കാം. മറ്റൊന്ന് രോഗശാന്തിയാണ്. രോഗദുരിതങ്ങളാൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരായ വ്യക്തികൾക്ക് രോഗദുരിതങ്ങൾ ക്രമേണ കുറഞ്ഞു വരും. രോഗങ്ങൾ അകലുന്നതായ സാഹചര്യങ്ങളാണ് ഭാവിയിൽ നിങ്ങൾക്ക് വന്നു ചേരുക. ചികിത്സ അത് നിങ്ങൾക്ക് അനുകൂലമായി തീരും. ചികിത്സ നിങ്ങൾക്ക് ഫലപ്രദമായി തീരും എന്ന് തന്നെ പരാമർശിക്കാം. അത്തരത്തിൽ രോഗദുരിതങ്ങളെ നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കും. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ആ കുടുംബത്തിന് ഉയർച്ച, സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ, സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക നേട്ടങ്ങൾ പോലും ആ ഗൃഹങ്ങളിലേക്ക് വന്നു ചേരാം. ആ കുടുംബാംഗങ്ങളിൽ സമാധാനം ജീവിതത്തിലേക്ക് കടന്നു വരാം. പല പ്രശ്നങ്ങളെയും തരണം ചെയ്യുവാനുള്ള ആത്മവിശ്വാസം, ആത്മധൈര്യം നിങ്ങൾക്ക് വന്നു ചേരും. പല കാര്യങ്ങളിലും ഭാഗ്യം തുണയ്ക്കുന്നതായ സാഹചര്യം, വിജയങ്ങൾ അനിവാര്യമായ സാഹചര്യങ്ങളിലോ അല്ലെങ്കിൽ ധനപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് എങ്കിൽ പോലും നിങ്ങൾക്ക് ഭാഗ്യം തുണയ്ക്കുന്നതായ സാഹചര്യം ജീവിതത്തിലേക്ക് വന്നു ചേരും. ഇപ്രകാരം സംഭവിക്കുന്നതും ഏറ്റവും ശുഭകരമാണ്. കാക്കയ്ക്ക് ആഹാരം നൽകുന്നതിലൂടെ ഇത്തരത്തിൽ അനേകം ഫലങ്ങളാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക. എന്നാൽ നിങ്ങൾ വളരെയധികം വിശ്വസിച്ച് അഥവാ വിശ്വാസപൂർവം ഈ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരിക്കലും വേണം വേണ്ട എന്ന് വെച്ച് ഒരിക്കലും ഈ കാര്യം ചെയ്യുവാൻ പാടുള്ളതല്ല.